ഇത് മാസ് മോട്ടോഴ്സിൽ നമ്മൾ ഹീറോയുടെ പാഷൻ പ്ലസ് ആണ് വണ്ടി നമ്മൾ വർക്കിനായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞത് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, അതേപോലെ തന്നെ വാട്ടർ സർവീസ് ചെയ്യണം, ചെയിൻ കവർ മാറ്റണം ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഓൾറെഡി നല്ല ലൈനറാണ്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. കമ്പനി ലൈനർ കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല. അതേപോലെ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്തിടാം. ടയറിൻ്റെ കണ്ടീഷൻ ഓക്കെയാണ്, ഹബിനും വേറെ പറയത്ത കംപ്ലൈൻറ്റ് ഇല്ല. വീൽ ബെയറിംഗ് ഓക്കെയാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ബാക്കിൽ അങ്ങനെ വലിയ സംഭവമില്ല. ചെയിൻ ടൈറ്റ് ചെയ്യുക, ബ്രേക്ക് ക്യാമൊക്കെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ചെയിൻ കവർ പിന്നെ മാറ്റനസ് പറയുന്നുണ്ട്, ചെയിൻ കവർ നമുക്ക് മാറ്റി പിടിപ്പിക്കാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. പ്രത്യക്ഷത്തിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനും നിൽക്കരുത് കേട്ടോ. കാരണം ഞാൻ ഇപ്പോഴത്തെ ഈ പെട്രോളിൻ്റെ പ്രോബ്ലം ഒന്നും വെച്ചിട്ട് കാർബറേറ്റർ മിക്കവാറും അഴിച്ചാൽ ദ്രവിച്ചൊരവസ്ഥയിലായിരിക്കും. ഞാൻ ഓടിച്ചു നോക്കി, നിലവിൽ വേറെ മിസ്സിങ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പിന്നെ കൂടുതൽ സമയം വയ്ക്കുമ്പോൾ പെട്രോൾ ലോക്ക് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യതയൊക്കെ നിലവിലുണ്ട്. ഇപ്പോൾ ഈ വണ്ടിക്കെന്നല്ല, കോമൺ ആയിട്ട് കാർബറേറ്റർ മോഡൽ വണ്ടിക്ക് എല്ലാത്തിനും അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ പെട്രോൾ കിടന്നിട്ട് കാർബറേറ്ററിൻ്റെ ഉള്ളൊക്കെ ദ്രവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ കാർബറേറ്ററിൻ്റെ ഭാഗം തുടയെ ചെയ്യരുത്, പരമാവധി അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ വാൽവൊക്കെ ചെറിയ ലൂസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ടയർ, ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അയച്ചിട്ട് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എൻ്റെ ഫ്രണ്ട് കോൺസെപ്റ്റ് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട്, അപ്പോൾ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കാം കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ അപ്പോൾ നല്ല ത്രെഡ് നല്ല ടൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്ലഗ് ഒന്ന് മാറ്റിയിട്ടാക്കാം കേട്ടോ. കാരണം നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, കൂടുതൽ ടൈറ്റ് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ആ എക്സ്പാൻഷൻ ഇത് ശരിക്കും പറഞ്ഞാൽ ചൂടാവുമ്പോൾ മെറ്റൽ ഭാഗം എക്സ്പാൻഡ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ വന്ന ടൈറ്റാണ്, ചിലപ്പോൾ ത്രെഡിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലഗ് ഒന്ന് മാറ്റിയിടുന്നുണ്ട്. പിന്നെ ബാറ്ററി നമുക്കിതുമേ ഉണ്ടെന്നുള്ളൂ, ബാറ്ററി കണക്ഷൻ തന്നെ നമ്മൾ കൺവെർട്ടർ വെച്ചിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ആ ഭാഗം ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ചെയിൻ കവർ, എഞ്ചിൻ ഓയിലൊക്കെ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ്, പ്ലഗ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ്. വാട്സപ്പിലേക്ക് ഇടണം, അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ.